साक्षिदेव्यम्बतवार्द्रदृष्ट्या मूकस्वयं ककवे यथासीत् तथा कुरु त्वं परमेश जाये त्वत्पादमूले प्रणतं दयार्द्रे उत्तिष्ठोत्तिष्ठ वरदे उत्तिष्ठ जगदीश्वरे उत्तिष्ठ जगदाधारे. ഇതിങ്ങനെ വയ്ക്കുക, വെള്ളം തിളപ്പിച്ചതിൽ ഒഴിക്കുക, എസൻസ് ചോട്ടിൽ വീഴും. അതെടുക്കുക. അത് 2-3 തവണ എടുക്കാം. അപ്പോൾ ആദ്യത്തേതാകുമ്പം വളരെ കട്ടിയായിരിക്കും. പിന്നെ രണ്ടാം കാപ്പിക്കൊക്കെ ആകുമ്പോൾ സ്ട്രെങ്ത് കുറഞ്ഞു കുറഞ്ഞു വരും നമ്മളതിനനുസരിച്ച്. ശൃണോഷി ഭദ്രേ കുരു സുപ്രഭാതം ശൃണോഷി ഭദ്രേ നനു ശംഖഘോഷം വൈതാളികാനാം. എൻ്റെ സ്റ്റീൽ പാത്രം എല്ലാം വെച്ചിരിക്കുന്നേ അതോടെ കൂടെ ഉണ്ട്. വന്ന വഴി പറയാന്ന്, ഞങ്ങൾ പൊതുവെ തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറി പാർത്ത ഇമിഗ്രേറ്റഡ് ഫ്രം തമിഴ്നാട്. അവിടുന്ന് കുടിയേറി പാർത്തവരാണെന്നാണ്, പൂർവികന്മാർ അവിടെ നിന്ന് വന്നവരാണെന്നാണ് വെപ്പ്. അത് മാത്രമല്ല, സെയിൽ ടാക്സ് ഇൻസ്പെക്ടറായിരുന്നു. അപ്പോൾ പോയി കഴിഞ്ഞാൽ എന്താന്ന് ഒന്ന് ഇത്രയും പ്രാരബ്ധമല്ലേ, 10-12-13 പേര് പഠിക്കണ്ടേ, പഠിക്കുക വളരുക, അവരെ ഇത്രയും കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. എന്നാലും ശരി, ഒരു സാധനം ആരോടും ചോദിക്കുകയില്ല. ഒരുമാതിരി ബ്രാഹ്മണ കുടുംബങ്ങളിലൊക്കെ ഈ അറക്കീര ഇടുന്ന ഏർപ്പാടുണ്ട്. അറക്കീര ചെറിയ ചെറിയ കീരയായിരിക്കും. അതിന് മുറ്റം നല്ലോണം കളച്ച് ചെറിയ ചെറിയ കള്ളികളാക്കി ഈ നെൽപ്പാടത്തിലൊക്കെ നെൽവരമ്പുണ്ടാക്കുന്ന പോലെ ഇത് ഉണ്ടാക്കി അതിൽ വിത്ത് വിതയ്ക്കും. വിത്ത് വിതയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ധനുമാസത്ത് 10-ആം തീയതി കഴിഞ്ഞ് വിത്ത് വിതച്ച് കഴിഞ്ഞാൽ നമുക്ക് മകര പൊങ്കൽ അതിന് കൊയ്യാന്നാണ് അതിൻ്റെ കണക്ക്. നമുക്ക് കൊയ്യാന്ന് വെച്ചാൽ അത് അരിഞ്ഞിട്ട് നമുക്ക് അന്ന് കൂട്ടാൻ വെക്കണം എന്നാണ് കണക്ക്. എന്താ മകരമാസം 1-ാം തീയതി പായസം വെക്കില്ലേ, പായസം. ആ പായസം വെക്കുമ്പോൾ ആ പായസം ഈ തൈര് ശാദം ഈ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടുള്ള ചോറാണ് കാക്കയ്ക്ക് കൊടുക്കാറ്. രാവിലെ എണീറ്റ് കാക്കയെ തട്ടി വിളിച്ച് കൊടുത്തിട്ട് വേണം ഞങ്ങൾ കുളിക്കാറ്. എണ്ണ തേച്ച് കുളിക്കും. അതാണ് എൻ്റെ കണക്ക്. പിന്നെ മുത്തശ്ശിമാരെ വീട്ടിലുള്ളവർ വയസ്സായവർ നമുക്ക് മഞ്ഞൾ തന്ന് നമ്മളെ അനുഗ്രഹിച്ചിട്ട് അവരെ നമ്മൾ നമസ്കരിച്ചിട്ടാണ് കുളിക്കാൻ പോവുക. എണ്ണ തേച്ച് കുളിച്ചിട്ട് വിളക്ക് കൊളുത്തി കാണിച്ചിട്ട് ഉമ്മറ കഴുകി കോലം ഇടും. അത് വെള്ളിയും ചൊവ്വയും ആണെങ്കിൽ പിന്നെ 4 മൂല കോലം ഇടും. അല്ലാത്ത ദിവസങ്ങളിൽ പൊട്ടുവെച്ച കോലങ്ങൾ ഇടും. വിശേഷ ദിവസങ്ങളിൽ അരിമാവ് കലക്കിയാണ് കോലം ഇടാറ്. സാധാരണ ദിവസങ്ങളിൽ നമ്മൾ അരിപ്പൊടി കൊണ്ടാണ് ദിവസം ഉമ്മറ കഴുകി കോലം ഇടുന്നത്. പിന്നെ ഈ ചെറിയ പ്രാണികൾക്ക് എറുമ്പിനൊക്കെ ഭക്ഷിച്ചിട്ട് പോകാൻ ഉള്ള സൗകര്യത്തിന് വേണ്ടിയാണ് അരിപ്പൊടി കൊണ്ട് തന്നെ കോലം ഇടുന്നത്. അപ്പോൾ അത് അവറ്റയ്ക്കൊരു ആഹാരമായി എന്നുള്ള ഇതിൽ നമ്മൾ അരിപ്പൊടി കൊണ്ടിടുന്നു. വിശേഷ ദിവസങ്ങളിൽ മാവരച്ച് കോലം ഇടുന്നു. അതിന് മാവരച്ചിടുന്നതിന് വിശേഷതകളിൽ അധികം ഈ 4 മൂല കോലം എന്ന് പറയുന്ന പിന്നെ ചതുരത്തിലുള്ള കോലേ ഇടുള്ളൂ. മൂലകൾ ഉണ്ടാവണം. അങ്ങനെ ഇതിന് മൂലയുണ്ട് ചെറിയതായിട്ട്.